बिस्मिल्लाहिर्रहमानिर्रहीम नहमदुहु व नुसल्ली अला रसूलिहिल करीम अम्मा बाद फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर्रहमानिर्रहीम व अम्मा बिनिअमति रब्बिका फ़हद्दिस सदक़ल्लाहुल अज़ीम। मुअज़्ज़ज़ मोहतरम हज़रात उलमाए कराम बुज़ुर्गान दीन का काम ये ख़त्म नबूवत की ज़िम्मेदारी है। പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, ഈ ദീനിൻ്റെ പരിശ്രമം ഈ ആഖിരിയായിട്ടുള്ള ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ख़त्म नबूवत की ज़िम्मेदारी हर उस उम्मत पर है जो भी हुज़ूर सल्लल्लाहु अलैहि वसल्लम को नबी मानते हैं। ഈ ഉത്തരവാദിത്വം ഏതൊരു ഉമ്മത്തിലുണ്ടെന്ന് വെച്ചാൽ ആരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. और ये ज़िम्मेदारी हर इंसान की सलाहियत के एतबार से दी जाती है। ഈ ഉത്തരവാദിത്തം ഓരോ മനുഷ്യൻ്റെയും സലാഹിയത്തുകളുടെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാകുന്നത്. किसी के अंदर सलाहियत ज़्यादा है तो उसकी ज़िम्मेदारी ज़्यादा है, किसी के अंदर सलाहियत कम है तो उसकी ज़िम्मेदारी कम है। അല്ലെങ്കിലും സലാഹിയത്ത് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഈ ഉത്തരവാദിത്വം കൂടുതലായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സലാഹിയത്ത് കുറവുണ്ടെങ്കിൽ അവർക്കത് കുറച്ച് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ला युकल्लिफुल्लाहु नफ्सन इल्ला उसाहा। अल्लाह ताला की सुन्नत है, जिसके अंदर जितनी ताकत उतनी ज़िम्मेदारी। അല്ലാഹു തആലയുടെ ഖുർആൻ ശരീഫിൽ പറയുന്നു, ആർക്ക് എത്ര കഴിവുണ്ടോ അത്രയും പരിശ്രമം. इसलिए हमेशा हम अपने आप को अल्लाह ताला के सामने ये नीयत करते हुए पेश करें, या अल्लाह मेरे अंदर सलाहियत और सालिहियत दोनों में इजाफ़ा फरमा, ताकि मैं मेरी ज़िम्मेदारी को पूरी तरह अंजाम दे सकूँ। അതുകൊണ്ട് നമ്മൾ അല്ലാഹു തആലയോട് ദുആ ചെയ്യണം, നമ്മളുടെ സലാഹിയത്തും ഇതിനുള്ള കഴിവും നീ അധികരിപ്പിച്ച് തന്നാൽ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളാം. ये काम वही इंसान करेगा जिसके अंदर सलाहियत भी हो, सालिहियत भी हो। ഈ പരിശ്രമം ഏതൊരുവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആരിൽ സലാഹിയത്തുണ്ടോ അതുപോലെ സാലിഹിയത്തും. बहुत सारे दुनिया में ऐसे मिलेंगे आपको, सलाहियत है सालिहियत नहीं है। ഈ ദുനിയാവിൽ പലരെയും കാണാൻ സാധിക്കും, സലാഹിയത്തുണ്ട് പക്ഷെ സാലിഹിയത്തില്ല. और बहुत सारे ऐसे भी मिलेंगे जिनके अंदर सालिहियत है सलाहियत नहीं है। വേറെ ചിലരെ നമുക്ക് കാണാൻ അവരിൽ സാലിഹിയത്തുണ്ട് സലാഹിയത്തില്ല. और अल्लाह ताला ने माशाल्लाह चंद ऐसे अफराद को कबूल किया जिनके अंदर दोनों हैं। അല്ലാഹു തആല വളരെ കുറഞ്ഞ എണ്ണപ്പെട്ട ആൾക്കാരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവരിൽ രണ്ടുമുണ്ട്, സലാഹിയത്തുമുണ്ട് സാലിഹിയത്തുമുണ്ട്. इसलिए हर सलाहियत वाले को चाहिए कि वो सालिहियत वाला बने। അതുകൊണ്ട് ഏതൊരു സലാഹിയത്തായിട്ടുള്ള ആളുടെയും ആവശ്യം എന്തെന്ന് വെച്ചാൽ അവൻ സാലിഹിയത്തായിത്തീരണം. सालिह बनने के लिए सुन्नत की पाबंदी ज़रूरी है। സാലിഹ് ആവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിൻപറ്റുന്നത് ഉത്തരവാദിത്തമാണ്. जिसके अंदर सुन्नत नहीं है उसके अंदर सालिहियत नहीं है, ആരിൽ സുന്നത്തില്ലയോ അവന് സാലിഹിയത്തില്ല. और जिसके अंदर सुन्नत है उसके अंदर सालिहियत है। സുന്നത്തുണ്ടെങ്കിൽ അവന് സാലിഹിയത്ത് ഉണ്ടായിത്തീരും. इसीलिए सहाबा इकराम को हुजूर सल्लल्लाहु अलैहि वसल्लम ने सुन्नतों का आदी बनाया। അതുകൊണ്ട് സഹാബ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി പഠിപ്പിച്ചു. जिसके नतीजे में सहाबा सालिह बने और उनकी सलाहियतें इस्तेमाल हुई। അത് കാരണമായി സഹാബ ഇക്റാം സാലിഹിയത്തായി, അതുകൊണ്ട് അവരിൽ സലാഹിയത്ത് ഉണ്ടായിത്തീർന്നു. उनके अंदर जो सलाहियत थी वो सलाहियत मुकम्मल इस्तेमाल हुई। അവരുടെ സലാഹിയത്ത് പൂർണ്ണമായി ഉപയോഗിക്കപ്പെട്ടു. हालांकि सहाबा इकराम बहुत कम पढ़े लिखे थे,
സഹാബ ഇക്റാം വളരെ കുറച്ച് പഠിച്ചവരായിരുന്നു. सहाबा इकराम में अनपढ़ ज़्यादा थे. അവരിൽ വിദ്യാഭ്യാസം കുറവുള്ളവരായിരുന്നു അധികവും. सहाबा को महीना किसे कहते नहीं पता था. एक महीना किसको कहते हैं മാസം എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും സഹാബ ഇക്റാമിന് അറിയത്തില്ലായിരുന്നു. उनको बताया जाता था. उनको 10 तक की गिनती आती थी. 10 വരെയുള്ള എണ്ണം മാത്രമേ അറിയുമായിരുന്നു. तो इसलिए उनको कहा जाता था, महीना कहते हैं अशहरु हाजा व हाजा व हाजा. उनको ये बताया जाता था, महीना कहते हैं 10 दिन 10 दिन का नाम. അതുകൊണ്ട് അവർ പഠിപ്പിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു മാസം എന്ന് വെച്ചാൽ 10 ദിവസങ്ങളുടെ 3 എണ്ണമാണ്. അതായത് 10 10 10 വെച്ചാണ് ഒരു മാസം ഉണ്ടാകുന്നത്. इतने कमज़ोर सलाहियत वाले होने के बावजूद आलम में उन्होंने काम किया. ഇത്രയും കുറവ് സലാഹിയത്ത് ഉണ്ടായിരുന്നിട്ടും അവർ ആലമിന് വേണ്ടി പരിശ്രമിച്ചു. बड़े भोले भाले थे सहाबा. അവർ വളരെ നിസാരക്കാരായിരുന്നു. खाना खाते थे और अपने बदन को देख लेते थे, मैं मोटा हुआ कि नहीं हुआ. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്വന്തം വയറ്റിലേക്ക് നോക്കുമായിരുന്നു, വയറ് വലുതായോ ഇല്ലെന്ന്. उनको ये भी नहीं पता था पहले खाना अंदर जाएगा, हजम होगा, बाद में बदन बढ़ेगा. वो खाना खाते देख लेते थे बदन बढ़ा कि नहीं बढ़ा. അവർക്ക് ഇത്ര പോലും അറിയത്തില്ലായിരുന്നു ഭക്ഷണം ഉള്ളിൽ ചെന്ന് അത് ദഹിക്കണം, അതിൻ്റെ പ്രക്രിയ കഴിയണം, അത് കഴിഞ്ഞ് വികസനം ഉണ്ടാവണം, പിന്നെ ശരീരം വലുതാവണം. ഇത്രയും പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ ശരീരത്തിൽ കഴിച്ച ഉടനെ നോക്കുമായിരുന്നു. लेकिन अल्लाह ताला ने सहाबा इकराम को आलम का रहबर बनाया. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആലമിലെ വഴികാട്ടികളാക്കി തീർത്തു. आप देखिए सहाबा के ज़माने में पूरी दुनिया में इस्लाम फैल गया. കണ്ടാൽ മനസ്സിലാവും സഹാബ ഇക്റാമിന്റെ കാലഘട്ടത്തിൽ ദുനിയാവ് മുഴുവൻ ഇസ്ലാം പകർത്തപ്പെട്ടു. और केरला हिंदुस्तान में इस्लाम के आने का रास्ता बना. അതുപോലെ തന്നെ കേരളയിലും നമ്മുടെ ഇന്ത്യയിലുമൊക്കെ ഈ ദീനെത്താൻ അവർ കാരണമായി തീർന്നു. तो पता चला कि आप हजरात मदखलुल इस्लाम हैं, यानी इस्लाम के दाखिल होने का रास्ता. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, അവർ ഈ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കി തീർക്കുന്നവരായി. गोया केरला ये आकर इस्लाम का एंट्री होने का रास्ता है. കേരളം എന്ന് വെച്ചാൽ ഇസ്ലാം തുടങ്ങുന്ന, അതായത് ഇസ്ലാം പ്രവേശിക്കുന്ന ഒരു സ്ഥലമായി മാറി. अब पूरे आलम की जिम्मेदारी आपकी बढ़ गई. ഇപ്പൊ എന്താണ്, പൂർണ്ണമായിട്ടുള്ള ഈ ആലമിലെ ഉത്തരവാദിത്വം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. भाई जहाँ से इस्लाम एंटर हुआ उसी रास्ते से हम इस्लाम को और भी मजबूती के साथ जमाएंगे. ഏത് പക്ഷത്തുകൂടി ഈ ഇസ്ലാം പ്രവേശിക്കപ്പെട്ടോ ആ ഒരു പക്ഷത്തുകൂടി തന്നെ നമ്മൾ പരിശ്രമത്തിനെ കുറച്ചും കൂടി ശക്തമാക്കി തീർക്കണം. तो पूरे हिंदुस्तान के एतबार से आप हजरात इस वक्त जिम्मेदार हैं. പൂർണ്ണമായിട്ടും ഈ ഇന്ത്യയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് കേരളത്തിൽ, അതായത് ഈ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്തുള്ളവരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. तो आप हजरात को अपनी सलाहियत को भी बढ़ाना है, सालियत को भी बढ़ाना है. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളിലുള്ള സ്വലാഹിയത്തും സാലിഹിയത്തും ഇത് രണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. तो हिंदुस्तान के एतबार से आप हजरात कम से कम सफ़र करें. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്യണം. हम लोग माशाल्लाह ऑस्ट्रेलिया पहुँचे तो ऑस्ट्रेलिया में आपके केरला के जनाब हाफिज़ यहिया साहब मरहूम, उनकी बहुत मेहनत हुई मेलबर्न में. പറയുന്നൊരു ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടെ കേരളത്തിലുള്ള, അതായത് മർഹൂമായ ഇഹിയ സാഹിബിന്റെ പരിശ്രമത്തിന്റെ ഫലം കാണുകയുണ്ടായി. तो पता चला कि काम करने से अल्लाह काम लेता है. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശ്രമിക്കുന്നവരിലൂടെയാണ് ഫലം നൽകുന്നത്. एक आदमी डॉक्टर बन गया, प्रैक्टिस नहीं किया तो वो डॉक्टरी भूल जाएगा. ഒരുവൻ ഡോക്ടറായി അവൻ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല, അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ അവൻ്റെ ഇത് കുറഞ്ഞു പോകുന്നതാണ്, അവൻ്റെ എക്സ്പീരിയൻസ് കുറഞ്ഞു പോകുന്നതാണ്. तो इसके लिए किसी के अंदर सलाहियत है, वो प्रैक्टिस नहीं किया, उसकी सलाहियत ख़त्म हो जाएगी. അല്ലെങ്കിലും സലാഹിയത്ത് ഉണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല, അവൻ അതിനുവേണ്ടി ബുദ്ധിമുട്ടിയില്ലെങ്കിൽ അത് മുഴുവനായി ഇല്ലാണ്ടായി തീരുന്നതാണ്. इसके लिए अपनी सलाहियत को इस्तेमाल करते रहना.
അതുകൊണ്ട് അവനിലുള്ള സലാഹിയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. कौली सलाहियत, फ़िली सलाहियत, तकरीरी सलाहियत, 3 सलाहियतें होती हैं. മൂന്ന് സലാഹിയത്തുണ്ട്: കൗലി, ഫേലി, तकरीरी. തഖരീർ. तो क्या मतलब भाई, आप तीनों फ़ेल क्या है? एक है बोलना, एक है करना और एक है कराना. 3 काम अलग अलग हैं. वे खुद आप करें और जो कर रहे हैं वो बोलें और दूसरों को करने की तरगीब दें. 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. പിന്നെ ഈ ചെയ്യുന്ന പരിശ്രമത്തിനെ പറ്റി പറയണം. പിന്നെ ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. ला रुहबानियत फिल इस्लाम. सेल्फ, आदमी को सेल्फी बन जाना, ये इस्लाम का मिजाज नहीं है. അതായത് സ്വാർത്ഥനാവുക എന്നതൊരു ഇസ്ലാമിലെ ഒരു ഘടകമല്ല. मैं अपनी नमाज को देख लेता हूँ, मैं अपना रोज़ा देख लेता हूँ, मैं अपनी तिलावत कर लेता हूँ, ये इस्लाम का मिजाज नहीं. ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, ഈ ഇസ്ലാമിലെ ഒരു ഭാഗമല്ല. इस्लाम में अज़ान है और अज़ान नमाज की दावत है. पूरे किसी मज़हब में अज़ान नहीं है, सिर्फ इस्लाम में अज़ान है. अज़ान की सुन्नत ये बता रही है तुम अकेली इबादत करना तुम्हारे लिए काफ़ी नहीं है, सबको दावत देकर इबादत करो. നമ്മുടെ മതത്തിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അസാൻ, അതായത് ബാങ്ക് നൽകിയിട്ടുണ്ട്. അത് വേറെ ഒരു മദ്ഹബിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കത്തില്ല, വേറെ ഒരു മതത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കത്തില്ല. ഇതിനോടുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടല്ല, ബാക്കിയുള്ളവരെയും ഇതിനു വേണ്ടി ക്ഷണിക്കുക എന്നതാണ്. क्या भाई ईसाई लोग अजान देते हैं, बुलाते हैं अपने चर्च की जानिब? ईसाई नहीं बुलाते. कोई हिंदू किसी मंदिर में बुलाते हैं, वहाँ भी नहीं बुलाते. किसी भी जैन को पूरी दुनिया के मज़हब को उठा लीजिए, किसी भी मज़हब में बुलाना नहीं है. बे आओ आओ नहीं बुलाया जाता. सिर्फ इस्लाम एक ऐसा मज़हब है जिसमें बुलाया जाता है और फिर इबादत किया जाता है. നമ്മൾ ക്രിസ്ത്യൻസിനെ ശ്രദ്ധിച്ചാൽ കഴിയും, അവരിൽ ഇങ്ങനെ വിളിക്കപ്പെടുകയില്ല. പിന്നെ ഹിന്ദുക്കളെ ശ്രദ്ധിച്ചാൽ, ഏത് മതത്തിനെ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ വേറെ ഒരു മതത്തിലും ഇങ്ങനെ വിളിച്ച് പറയുക എന്നൊരു പ്രവൃത്തിയില്ല. ഇസ്ലാമിലാണ് ഇങ്ങനൊരു പ്രവൃത്തി ഉള്ളത്. ഒരുമിച്ച് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇബാദത്ത് ചെയ്യും. तो इससे पता चला इस्लाम का मिजाज दूसरों की फ़िक्र करना है. ഇതുകൊണ്ട് മനസ്സിലാവുന്നത് എന്താണ്? ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവരിൽ ഫിക്ർ ചെയ്യുക എന്നാണ്. और उस इस्लाम के मिजाज ही को समझाने के लिए दावत का काम है. ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ ദാവത്തിന്റെ പരിശ്രമം. दावत का काम कोई नया काम नहीं है. ദാവത്തിന്റെ പരിശ്രമം ഒരു പുതിയ പരിശ്രമമല്ല. ये काम इस्लाम का मिजाज वाला काम है. ഈ പരിശ്രമം ഇസ്ലാമിന്റെ ഉദാഹരണമായിട്ടുള്ള പരിശ്രമമാണ്. तो ज़रा सोचने की बात यह है कि तमाम अम्बिया अलैहिमुस्सलातु वस्सलाम इस्लामी मिजाज के मुताबिक सबको दावत देकर अल्लाह से जोड़ा करते थे. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മഹാന്മാരെല്ലാവരും ഈ ഇസ്ലാമിന് വേണ്ടിയിട്ട് ദാവത്തിന്റെ പരിശ്രമം ചെയ്യുകയുണ്ടായി. हमारा काम भी क्या है? अल्लाह के बंदों को अल्लाह से जोड़ो. നമ്മുടെ പരിശ്രമം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? നമ്മളും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. अगर कोई पूछे तबलीग का काम क्या है, दावत का काम क्या है, तो शॉर्टेस्ट क्या बताना? लिनुखरिजल इबाद मिन इबादतिल इबाद इला इबादति रब्बिल इबाद. बंदों को बंदों की बंदगी से निकाल कर अल्लाह की बंदगी की तरफ लाना. यानी लोग सबके सब लोगों की खिदमत कर रहे हैं, उनसे कहो कि भाई लोगों की खिदमत छोड़ो, अल्लाह की इबादत की तरफ आओ. അതായത് പറയപ്പെടുന്നു, ഒരു ഹദീസിൽ പറയപ്പെടുന്നു, എന്താണ് ഈ മനുഷ്യരെ സഹായിക്കുന്നതിന് പകരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. यही असल दावत है. दावत का मतलब अल्लाह के बंदों को अल्लाह से जोड़ो. ഇതാണ് അസലായിട്ടുള്ള ദാവത്ത് എന്ന് പറയുന്നത്. ദാവത്തിൻ്റെ എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. और अल्लाह ताला बहुत कम लोगों को चुनता है इस काम के लिए. അല്ലാഹു തആല വളരെയധികം കുറച്ച് എണ്ണപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഇതിനു വേണ്ടി സ്വീകരിക്കുന്നത്. कुरान पाक में है इन्नल्लाह यस्तफ़ी मिनल मलाइकति रुसुलन व मिनन नास. अल्लाह ताला चुनते हैं फरिश्तों में कौन कौन पैगाम पहुंचाएगा, इसी तरह इंसानों में कौन कौन पैगाम पहुंचाएगा. അല്ലാഹു തആല ഖുറാനിലെ ഒരു ആയത്തിൽ വരുന്നുണ്ട്, അല്ലാഹു തആല എന്താണ് മലക്കുകളിൽ നിന്നും ആരൊക്കെയാണ് ഇതിനെ
എത്തിച്ചു കൊടുക്കുക എന്നത് എണ്ണിച്ചെടുക്കുന്നത് പോലെ മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഈ പരിശ്രമത്തിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. मेरा पहला जो चिल्ला है वो केरला में लगा 92 93 में. उस वक्त में हम जब गश्त में जाते थे तो लोग पूछते थे कौन सी जमात से आए हो. जमात की लिस्ट गिनाते थे, ये जमात वो जमात. हम कहते तबलीगी जमात. तो जिनको सुनना था वो सुनते थे, जिनको नहीं सुनना था वो कहते थे तबलीगी जमात वाले वो हैं वहाँ जाओ. जी. പുള്ളി ഫസ്റ്റ് ചില്ല കേരളത്തിൽ വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഏത് ജമാത്തിലുള്ളതാണ്, സുന്നിയാണോ മുജാഹിദാണോ ഏതാണെന്ന് ചോദിക്കപ്പെടുണ്ടായി. അപ്പോൾ തബ്ലീഗിൻ്റെ പരിശ്രമമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുമായിരുന്നു, അല്ലാത്തവർ പറയുമായിരുന്നു തബ്ലീഗിൻ്റെ ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ട് അവിടേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുമായിരുന്നു. तो उनको कहा जाता था भाई तबलीग जमात वाले तबलीग वालों के लिए नहीं है, सबके लिए हैं. അവരോട് പറയപ്പെടേണ്ടത് എന്താണെന്ന് വെച്ചാൽ തബ്ലീഗിൻ്റെ പരിശ്രമം എന്താണെന്ന് വെച്ചാൽ തബ്ലീഗിൻ്റെ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ഉമ്മത്തിന് വേണ്ടിയുള്ളതാണ്. हमारा काम क्या है? हमारा काम आखिरत की फिक्र पैदा करना. നമ്മുടെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആഖിറത്തിന് വേണ്ടിയുള്ള ചിന്ത ഉണ്ടാക്കി തീർക്കുക എന്നാണ്. हर एक को आखिरत में अल्लाह के सामने खड़ा होना है, तो उस खड़े होने से पहले खड़े होने की तैयारी करो. എന്താണ് എല്ലാവരും കാലാകാലത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയം എത്തുന്നതിന് മുമ്പായി അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നാണ്. दावत का काम खबर के 3 सवालात हशर के 5 सवालात की तैयारी का नाम है. ദാവത്തിൻ്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബറിലെ ഉത്തരങ്ങൾ നൽകുക, ഹശറിന് ശേഷമുള്ള മറുപടികൾ നൽകുക എന്നതാണ്. ये 8 सवालात की तैयारी का नाम दावत. ഈ 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടി പരിശ്രമിക്കുക, അത് മനസ്സിലാക്കുക എന്നതാണ് ദാവത്തിൻ്റെ പരിശ്രമം. जब लोगों के सामने हम बात करें तो हम यही बात करें कि आखिरत की तैयारी के लिए बंदों को अल्लाह से जोड़ने की बात करें. इस बात में दुनिया में किसी का एतराज़ नहीं है. നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അതായത് ദാവത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതേ കാര്യം, ഈ 8 കാര്യങ്ങളെപ്പറ്റി പ്രധാനമായിട്ട് പറയുക. ആഖിറത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ പറ്റി പറയുക. മഹ്ശറയിൽ എത്തുമ്പോൾ നമ്മൾ അതിന് മുമ്പായി ചെയ്യേണ്ട തയ്യാറെടുപ്പുകളെ പറ്റി സംസാരിക്കുക. जब ये बात करेंगे कोई आप पर एतराज़ नहीं करेगा. നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആരും നമ്മളെ എതിർക്കാൻ കാരണമായി തീരില്ല, ആരും നമ്മളെ എതിർക്കത്തില്ല, എല്ലാവരും നമ്മളെ കേൾക്കാൻ കാരണമായി തീരും. सब लोग इस बात को तस्लीम करेंगे, समझेंगे. എല്ലാവരും ഇതിനെ മനസ്സിലാക്കും, സ്വീകരിക്കും. जब तस्लीम करेंगे समझेंगे तो फिर दूसरों को समझाएंगे. ഇങ്ങനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിത്തീരുന്നത്. दावत का दुनिया में कोई मुनकिर नहीं है. ദാവത്തിന് ദുനിയാവിൽ ഒരു പ്രാധാന്യവുമില്ല, कोई मुखालिफ नहीं है. ദാവത്തിൽ ദുനിയാവിൽ ഒരു എതിരാളിയുമില്ല. और दावत का हर एक दावत को हर एक तस्लीम करता है. दावत को हर एक मानता है. ആ ദാവത്തിനെ എല്ലാവരും മനസ്സിലാക്കുന്നു. अब सब लोग दावत देते हैं, എല്ലാവരും ദാവത്ത് ചെയ്യുന്നു. लेकिन अपने अपने मतलब की दावत देते हैं. എല്ലാവരും അവനവനെ പറ്റിയുള്ള, അതായത് അവനവൻ്റെ ഇതിനുള്ള ദാവത്താണ് ചെയ്യുന്നത്. दुनिया की हर कंपनी दावत देती है अपने प्रोडक्ट लिया करो. ദുനിയാവിലെ എല്ലാ കമ്പനികളും അവർ ദാവത്ത് ചെയ്യുന്നു, അവരിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു, എൻ്റെ പ്രോഡക്റ്റ് മേടിക്കുന്നു എന്നുള്ള രീതിയിൽ. घर में माँ खाना बनाई दावत देती है, सब जल्दी दस्तरखान पर आओ. വീട്ടിലെന്താണ് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ക്ഷണിക്കും, എല്ലാവരും സുപ്രയിൽ വന്നിരിക്കുക, ഭക്ഷണം കഴിക്കുക. स्कूल में घंटी बजती है, दावत है, सब जल्दी क्लास को आओ. സ്കൂളിൽ എന്താണ് ബെല്ലടിക്കും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മനസ്സിലാക്കേണ്ടത് എന്താണ്, ക്ലാസ് തുടങ്ങാനായി എല്ലാവരും എത്തുക. जब छुट्टी हुई तो घंटी बजती है, सब घर को जाओ. എന്താണ് അവധിയാവുമ്പോൾ ബെല്ലടിക്കും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാവരും വീട്ടിലേക്ക് പോവുക. तो आप फिर चले फिरे तो हर जगह पर आपको दावत मिलेगी. पुलिस स्टेशन में बोर्ड लगा हुआ है, अगर तुम लोग लड़ो तो सब लोग यहाँ आकर मसला हल करो. എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, എല്ലായിടത്തും ഈ ദാവത്തിന്, അതായത് ഓരോരോ ഇതിൻ്റെ ദാവത്തിനെ പറ്റി എഴുതി. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അടി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക, ഞങ്ങളത് പരിഹരിക്കപ്പെടും. तो हमारा काम भी यही है कि वे जो अल्लाह से दूर हो चुके हैं उनको अल्लाह से करीब करो. നമ്മുടെ പരിശ്രമം ഇത് തന്നെയാണ്, അള്ളാഹു താലയിൽ നിന്ന് അകന്നു പോയവരെ അള്ളാഹു താലയിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരിക.
जब माँ से कोई जुदा हो गया तो माँ से जोड़ने पर जितना सवाब है उससे करोड़ गुना सवाब अल्लाह के बंदों को अल्लाह से जोड़ना। ആരെങ്കിലും സ്വന്തം ഉമ്മായിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവനെ ഉമ്മായിലേക്ക് അടുപ്പിക്കുന്നതിനെക്കാട്ടി ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നു പോയവരെ അടുപ്പിക്കുന്നതിലൂടെ കിട്ടുന്നത്. लोगों को जानवरों पर रहम करना सवाब लगता है, इंसानों पर रहम करना सवाब नहीं लगता. ഓരോ മനുഷ്യർക്ക് എന്താണ് മൃഗങ്ങളെ സംരക്ഷിക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നതിലൂടെ അവർക്ക് വലിയ സന്തോഷമാണ് കിട്ടുന്നത്. പക്ഷേ മനുഷ്യരെ സംരക്ഷിക്കുന്നതിലൂടെ അവർക്കൊന്നും ലഭിക്കുന്നില്ല. बाज़ लोग दुनिया के इंसानों की वक्ती तकलीफ़ को दूर करते हैं, यानी बिल्कुल मुख्तसर तकलीफ़ को दूर करते हैं, और दावत का काम आखिरत के हमेशा की तकलीफ़ को दूर करने के लिए है. പല ആൾക്കാർ എന്താണ് ബാക്കിയുള്ളവരുടെ വിഷമത്തെ മനസ്സിലാക്കി അവരുടെ കുറച്ച് വക്തിൽ, അതായത് കുറച്ച് ഇതിലെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. പക്ഷേ നമ്മളെ ദാവത്തിൻ്റെ പരിശ്രമം കാരണമായിട്ട് കാലാകാലമായിട്ടുള്ള ആഖിറത്തിലെ അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി തീർക്കും. इसलिए कहा अम्र बिल मारूफ सबके लिए है, जितने दुनिया के लोग हैं सबके लिए अम्र बिल मारूफ का काम करो. ഇതിനുവേണ്ടി പറയപ്പെടുന്നു ദുനിയാവിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി അമ്ർ ബിൽ മഅറൂഫിന്റെ പരിശ്രമം ചെയ്യുക. लेकिन अपने घर वालों के लिए अम्र बिल मारूफ भी नहीं अनिल मुनकर भी. പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി അമ്ർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ രണ്ടും. घर वालों को सिर्फ आप अम्र बिल मारूफ करेंगे, नही अनिल मुनकर नहीं करेंगे तो वो सुधरेंगे नहीं, वो ठीक नहीं होंगे. उनको नही अनिल मुनकर भी करना पड़ेगा. സ്വന്തം വീട്ടുകാരെന്താണ് രണ്ട് പരിശ്രമം ചെയ്യണം. അല്ലെങ്കിൽ അവരെന്താണ് ഇപ്പോൾ അമ്ർ ബിൽ മഅറൂഫ് മാത്രം ചെയ്യുകയാണെങ്കിൽ അവർ നന്നായി തീരുകയില്ല. നഹി അനിൽ മുൻകറും രണ്ട് ചെയ്താലാണ് നമ്മളെ കുടുംബത്തിൽ നന്നാവലുണ്ടാകുക. तो इसलिए दो जिम्मेदारियां हैं, अम्र बिल मारूफ की जिम्मेदारी आम है, नही अनिल मुनकर की जिम्मेदारी ख़ास है. ഇതിനു വേണ്ടി എന്താണ് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. അതായത് അമ്ർ ബിൽ മഅറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടുള്ളത്, നഹി അനിൽ മുൻകർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുപ്പമുള്ളത്. लोग कहते हैं कि भाई दावत में तो नही अनिल मुनकर नहीं है, तो हम कहते हैं भाई हम अम्र बिल मारूफ के ज़रिए से नही अनिल मुनकर चाहते हैं. इन्नल हसनात युज़हिब्न सय्यात. എന്താണ് ആൾക്കാർ പറയും, എന്താണ് പരിശ്രമത്തിൽ നഹി അനിൽ മുൻകർ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അമ്ർ ബിൽ മഅറൂഫിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നഹി അനിൽ മുൻകർ ഉണ്ടായിത്തീരുന്നതാണ്. जब नेकी आएगी बदी दूर हो जाएगी. എന്താണ് നന്മ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ ദുഷ്കർമ്മങ്ങൾ ഇല്ലാണ്ടായിത്തീരുന്നതാണ്. जब रोशनी आएगी अंधेरा दूर हो जाएगा. എന്താണ് വെളിച്ചമുണ്ടാകുമ്പോൾ എന്താണ് ഇരുട്ട് മാറുകയുണ്ടാവും. खुशी आएगी गम दूर हो जाएगा. സന്തോഷമുണ്ടാകുമ്പോൾ വിഷമം മാറുന്നതാണ്. इसी तरीके से नेकी आएगी बुराई दूर हो जाएगी. ഇതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ഇല്ലാണ്ടായിത്തീരുന്നതാണ്. नेकी को लाने के लिए 3 रास्ते हैं. അതുകൊണ്ട് എന്താണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കാൻ 3 വഴിയാണുള്ളത്. पहला रास्ता नेक लोगों की सोहबत. ഒന്നാമത്തത് എന്താണ് നല്ല ആൾക്കാരുമായിട്ടുള്ള കൂട്ട്. कूनू मअस सादिकीन, अच्छे लोगों के साथ, सच्चे लोगों के साथ, अच्छे और सच्चों के साथ रहा करो. നല്ലവരും സത്യസന്ധന്മാരുമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സഹവാസം ഉണ്ടാക്കുക. और अच्छा दोस्त नंबर 2. രണ്ടാമത്തത് എന്താണ് നല്ല കൂട്ടുകാരൻ. ये जो दोस्त ही से इंसान बनता है, दोस्त से इंसान बिगड़ता है. എന്താണ് പറയപ്പെടുന്നത്, ഈ സുഹൃത്ത് ബന്ധം കൊണ്ടാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതും ഒരു മനുഷ്യൻ മോശമാവുന്നതും. और जवानी में बहुत ज़्यादा दोस्ती होती है. യുവത്വത്തിലാണ് വളരെയധികം കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. उस दोस्त में अच्छे बुरे सब होते हैं. ഈ കൂട്ടുകെട്ടിൽ എന്താണ് നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. एक है क्लासमेट, एक है फ्रेंडशिप, दोनों अलग अलग हैं. ക്ലാസ്മേറ്റ് എന്താണ്, അതായത് അത് വേറെ ഒന്നാണ്. ഫ്രണ്ട്ഷിപ്പ് അതായത് കൂട്ടുകെട്ട്, അത് രണ്ടും വേറെ വ്യത്യാസമുള്ള കാര്യം. क्लासमेट में सब होते हैं, फ्रेंडशिप किसी खास से होती है. ക്ലാസ്മേറ്റ് എന്താണ്, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും നമുക്ക് ക്ലാസ്മേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതായത് കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് നമുക്ക് വളരെ അടുപ്പമുള്ള ആളായിട്ടായിരിക്കും. बेनमाजी से कभी दोस्ती मत किया करो. നമസ്കാരമില്ലാതെ, അതായത് നമസ്കരിക്കാത്ത ആളുമായിട്ട് ഒരിക്കലും നമ്മൾ സഹവാസം ഉണ്ടാക്കാൻ പാടില്ല. और बेनमाजी ये गुनाहों की दावत देगा. എന്താണ് നമസ്കാരമില്ലാത്തവൻ എന്താണ് നമ്മളെ പാപത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. പാപത്തിനെ പറ്റി അവൻ സംസാരിക്കും. പാപത്തിനോട് नमाजी जो होगा वो सही रास्ता बताएगा. നമസ്കാരക്കാരൻ എന്തായിരിക്കും, നമ്മളെ നല്ല വഴിയിലേക്ക് ക്ഷണിക്കും, നല്ല വഴിയിലൂടെ പ്രവർത്തിപ്പിക്കും. और इसलिए कि नमाजी वो गुनाहों से बचता है, बचाता है.
നമസ്കാരക്കാരൻ എന്തായി നമ്മളെ ഈ പാപങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കും, പാപങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. जिस वक्त बुरा दोस्त किसी को बिगाड़ कर जहन्नम का मुस्तहिक बना देता है, जिस वक्त फरिश्ते क़ियामत के दिन जहन्नम की तरफ ले जाएंगे, वो अपने दोस्त को देखेगा, शैतान उसकी शक्ल में हंसता हुआ खिलखिलाता हुआ नज़र आएगा. उस वक्त ये कहेगा या लैतनी लम अत्तखिज़ फुलानन क़लीला, काश मैं इस नालायक को दोस्त ना बनाया होता, कितना अच्छा होता, इसको मैंने दोस्त बनाया, इसने मुझे जहन्नमी बना दिया. ആഖിറത്തിൽ നമ്മളെന്താണ് നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുന്നത് എന്താണ്? നമ്മുടെ കൂട്ടുകാരൻ്റെ രൂപത്തിൽ ശൈത്താൻ നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ, ഇങ്ങനെ ഒരു ദുഷ്കർമ്മിയായ കൂട്ടുകാരനെ ഉണ്ടാക്കി തീർത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. इसलिए दोस्ती अच्छी रखो. അതുകൊണ്ട് എന്താണ് നമ്മളെ കൂട്ടുകെട്ട് വളരെ നന്നാക്കി തീർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. अबू बकर साहिबी फिल गार, साहिबी फिल हिजरा, साहिबी फिल क़ब्र, साहिबी फिल हशर, साहिबी फिल जन्नह. हुज़ूर अलैहिस्सलाम ने फरमाया लौ कुन्तु मुत्तखिदन खलीलन लत्तखज़तु अबा बकरिन खलीला, अगर मैं किसी को दोस्त बनाता तो मैं सिद्दीक़ अकबर को बनाता. मेरा वो साथी हैं, गार का भी, हिजरत का भी, क़ब्र का भी, हशर का भी, जन्नत का भी. तो दोस्त सिद्दीक़ अकबर की तरह बनाए. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു കൂട്ടുകാരനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ വളരെ സത്യസന്ധനായ ആളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവൻ എൻ്റെ ബാക്കിയുള്ള ഹശറിലുള്ളത്, ബാക്കിയുള്ള ആഖിറത്തിലുള്ള എല്ലാവർക്കും ഇതായി കൂട്ടുകെട്ടായി തീരുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഞാൻ നല്ല സഹവാസം ഉണ്ടാക്കി തീർന്നു. मैंने अबू बकर को अपना दोस्त बनाया, हुज़ूर अलैहिस्सलाम ने फरमाया. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്താണ് അബൂബക്കറിനെ എൻ്റെ കൂട്ടുകാരനാക്കി. नबियों को अल्लाह के अलावा किसी को दोस्त बनाने की इजाज़त नहीं है, इसलिए मैंने अबू बकर को साथी बनाया, दोस्त नहीं बनाया. നബിമാർക്ക് എന്താണ് അള്ളാഹു അല്ലാതെ വേറെ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ അനുവാദപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ സാത്തിയാക്കി അബൂബക്കറിനെ. इसलिए हमारा दोस्त अच्छा होना चाहिए, सच्चा होना चाहिए. അതുകൊണ്ട് എന്താണ് നമ്മുടെ കൂട്ടുകെട്ട് എന്ന് വെച്ചാൽ സത്യസന്ധവും നന്മയുള്ളതുമായിരിക്കും. तीसरी जो चीज़ जिसके ज़रिए से तरबियत होती है वो है अच्छाई का मुज़ाकरा. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നല്ലതിനെ പറ്റിയുള്ള സംസാരം, നല്ലതിനെ പറ്റിയുള്ള മുദാക്കറ. उसके लिए दावत व तबलीग की मेहनत में आपको ये तीनों चीज़ें मिलेंगी. എന്താണ് പറയപ്പെടുന്നത്? നമ്മൾ ഈ ദാവത്തിൻ്റെ പരിശ്രമത്തിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും പരിപൂർണമായി ലഭിക്കുന്നതാണ്. आपको अच्छे दोस्त मिलेंगे, अच्छा माहौल मिलेगा, अच्छा मुज़ाकरा मिलेगा. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഈ വിധിൻ്റെ പരിശ്രമത്തിൽ നമുക്ക് എന്താണ് നല്ല കൂട്ടുകെട്ട് കിട്ടും, നല്ല സഹവാസം കിട്ടും, നല്ല മുദാക്കറകൾ കിട്ടും, നല്ല സംസാരങ്ങൾ കിട്ടും, നല്ല മനസ്സിലാക്കലുകൾ ഉണ്ടാവും. इसलिए दावत व तबलीग में नौजवानों को जोड़ा जाता है. नुसिरतु बिशबाब, हुज़ूर ने फरमाया जवानों से अल्लाह ने मेरी मदद की. അതാണ് നമ്മുടെ തബ്ലീഗിൻ്റെ പരിശ്രമത്തിൽ എന്താണ് നമ്മുടെ യുവത്വങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി പറയപ്പെടുന്നത്. कहा कि खालफनी शुबान व हालफनी शयूख, नौजवानों ने मेरी मुखालफत की और अधेड़ बुज़ुर्गों ने, उमर रसीदा लोगों ने मेरे ख़िलाफ़ एक जमात बना दी. हुज़ूर सल्लल्लाहु अलैहि वसल्लम ने फरमाया कि पहले शुरू में जब दावत शुरू हुई, नौजवानों ने मुखालफत की और बुज़ुर्गों ने, जो बड़ी उम्र के लोग हैं, वो एक अलग जमात बना लिया मेरी मुखालफत में. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ യുവത്വങ്ങൾ എന്താണ് അവർ നയിക്കുകയുണ്ടായി. പിന്നെ എന്താണ് അവരൊരു ജമാഅത്തായി, അവരൊരു പരിശ്രമം ഉണ്ടാക്കി തീർത്തു. അപ്പോൾ എന്താണ് വൃദ്ധന്മാരും പ്രായമുള്ളവരെന്താ അവർ വേറൊരു ജമാഅത്ത് ഉണ്ടാക്കി തീർത്തു. नौजवान हुजूर ने फरमाया ये नरम दिल वाले हैं, इनको बात समझ में आई, फिर उन्होंने मेरे साथ दिया. എന്താണ് യുവത്വങ്ങൾ എന്താണ് അവർ വളരെ മനസ്സിന് വളരെ താഴ്മയുള്ളവരാണ്. അവരെന്താണ് അവരെൻ്റെ വാക്കുകൾ മനസ്സിലാക്കി പിന്നെ അതനുസരിച്ച് പ്രവർത്തിച്ചു. इस्तौसौ बिशुब्बानी खैरा, आपने कहा नौजवानों के साथ अच्छा मामला किया करो, खैर का मामला किया करो. जी സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മളെന്താണ് ഈ യുവത്വങ്ങളോട്, അതായത് യുവാക്കളോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ഇടപെടുക. तो आप हज़रात माशाल्लाह जवान हैं, इसमें शादीशुदा कितने हैं? मैरिज यू ओनली वन, ऑल आर बैचलर्स. तो इसलिए
आप लोग सब ये नीयत करो इंशाअल्लाह हम अच्छे बनेंगे तो हमें अच्छी मिलेगी. അതുകൊണ്ട് നമ്മൾ എന്താണ് നിയത്തേണ്ടത്, എന്താണ് നമ്മൾ നന്നാവുകയാണെങ്കിൽ നമുക്ക് നന്മ ഉണ്ടായിത്തീരുന്നത്, നല്ലതിനെ കിട്ടും. तो जो अच्छी मिलेगी वो अत्तय्यबातु लित्तय्यबीन, ये उसूल है. नेक खातून नेक मर्दों के लिए है. എന്താണ് നമ്മൾ നന്മകൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്താണ് നന്മകൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ആൾക്കാർക്ക് വേണ്ടിയാണ് നന്മകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. इसलिए नेक बनोगे अल्लाह ताला नेक ज़िंदगी को नेक बनाएंगे इंशाअल्लाह. നമ്മൾ നന്നായി തീരുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്മയുള്ള ജീവിതമാക്കി തരും. अच्छा सोचो, अच्छा देखो, अच्छा सुनो, अच्छा समझो. എന്താണ് നല്ലതിനെ കാണുക, നല്ലതിനെ മനസ്സിലാക്കുക, നല്ലത് ചിന്തിക്കുക. दो रास्ते मिलेंगे मोबाइल में आपको, अच्छा देखने का, बुरा देखने का. നമുക്ക് രണ്ട് വഴി ഉണ്ടാവുന്നതാണ്. ഒന്ന് മൊബൈലിൽ നമുക്ക് എന്താണ് നല്ലത് കാണാൻ പറ്റും, ചീത്തത് കാണാൻ പറ്റും. फ़हदैनाहु नजदैन, दो रास्ते हैं, हर जगह पर दो रास्ते हैं, हर जगह पर दो रास्ते हैं. तो अच्छा रास्ता चुनना ये हमारी जिम्मेदारी है. എല്ലാ വഴിയിലും എല്ലാ ഇതിലും നമുക്ക് എന്താണ് രണ്ട് വഴി ഉണ്ടാകുന്നതാണ്. ഒന്ന് നല്ലത്, ഒന്ന് ചീത്തത്. നല്ലത് ചൂസ് ചെയ്യാൻ, നല്ലത് തിരഞ്ഞെടുക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. अच्छों के साथ रहेंगे इंशाअल्लाह अच्छा मिजाज बनेगा और अच्छा रास्ता मिलेगा. നല്ല ആൾക്കാരോട് സഹവസിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നല്ലത് ഉണ്ടാവും, നല്ല വഴി ഉണ്ടായിത്തീരുന്നതാണ്. एक दिन भी अगर हमारा साथी गैर हाजिर हो गया मस्जिदवार जमात में, फ़ौरन उसकी फ़िक्र करो. നമ്മളെന്താണ് നമ്മുടെ മസ്ജിദ് വാറിൽ, അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദ് വാറിൽ ഒരു സാത്തി ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിനെ കാണാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക, അദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കുക. आप लोग आपस में एक दूसरे से खैरियत लेते रहना. दावत की खैरियत, एक है तबीयत की खैरियत और एक है दावत की खैरियत. दावत की खैरियत आपस में लेते रहना. നിങ്ങൾ എല്ലാവരും എന്താണ് സ്വന്തം, അതായത് ഓരോ സാത്തികളോടും എന്താണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, ദാവത്തിനെ പറ്റി വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. और जब दावत की खैरियत लेते रहेंगे दावत का काम सब करते रहेंगे. ദാവത്തിനെ പറ്റി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദാവത്തിൻ്റെ പരിശ്രമം എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കും. अगर दावत की खैरियत लेना छोड़ दोगे साथी हमारे हाथ से छूट जाएंगे. ദാവത്തിനെ പറ്റി അന്വേഷിക്കുന്നത് നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്താണ് ആ സാത്തി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. इसे नियत करो इंशाअल्लाह हम जिस तरह यहाँ मुत्तहिद हैं, वापस जाने के बाद भी हमारी जमात का बाकायदा ये ग्रुप बने, उस ग्रुप में हमारी कारगुजारी सुनाएं. मैं आज ये किया, मैं आज ये किया, मैं आज ये किया. बाकायदा उस ग्रुप के अंदर हमारे रोज़ाना की कारगुजारी आए. അതുകൊണ്ട് എന്താണ് നിയ്യത്ത് ചെയ്യുക. നമ്മൾ ഇതിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം എന്താണ് അതിൽ ചർച്ച ചെയ്യുക. ഓരോ ദിവസം എന്തുണ്ടായി, എന്ത് പരിശ്രമിച്ചു, എന്ത് വർധനവുണ്ടായി എന്നുള്ളത് അതിനു വേണ്ടി ചർച്ച ചെയ്യുക. ख़ानदान का एक ग्रुप जैसा व्हाट्सएप पे ग्रुप है, व्हाट्सएप में ख़ानदान का ग्रुप, वो ग्रुप में आज हमने कुरान पाक की तिलावत की. तमाम लेडीज़ सुनाते हैं, तमाम जेंट्स सुनाते हैं. आज फजर की नमाज कौन कौन बाजमात पढ़े. अगर कोई नहीं पढ़े तो उनको तरगीब होती है, भाई आज फजर की नमाज़ क्यों छूट गई, कल ज़रा फजर की नमाज़ का अहतमाम करो. अगर हम फ़ज़क्किर फ़इन्न ज़िक्रा तनफ़उल मोमिनीन याद दहानी छोड़ देंगे फिर शैतान हम पर हावी हो जाएगा. അതാണ് നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരും, അതായത് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും ഞാൻ ഇത്ര ദിവസം ഇന്ന അമൽ ചെയ്തു, ഇത്ര ഖുർആൻ ഓതി, ഇത്ര സ്കരിച്ചു. അതുപോലെ ഒരാളുടെ നമസ്കാരം എന്താണ് വിട്ടുപോവുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുക, എന്താണ് നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയും. सब करेंगे इंशाअल्लाह. तो ये जमात कितने दिन की जमात है?